നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വിമാനങ്ങളിൽ പുകവലിക്കാമോ? വിമാനങ്ങളിൽ നിന്ന് പുകവലിക്കുന്നതിനെ കുറിച്ച് ഇന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. ആകാശയാത്രയിൽ പുകവലി വേണ്ടെന്ന തീരുമാനമുണ്ടാകുന്നത് 1990കളുടെ പകുതിയിലാണ്. എന്നാൽ വിമാനത്തിലിരുന്ന് പുകവലിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഏതാണ്ട് 3 ദശകം മുൻപ് വരെ വിമാനയാത്രയിൽ മദ്യത്തോടൊപ്പം പുകവലിയും അനുവദിച്ചിരുന്നു. അന്ന് വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് പുകവലി ആവശ്യമുണ്ടോ ആവശ്യമില്ലേ എന്ന് ചോദിച്ചിരുന്നു. പുകവലി ഇല്ലാത്ത ക്യാബിൻ എന്ന ടിക്കറ്റിൽ രേഖപ്പെടുത്തിയിരുന്നു. ആദ്യമെല്ലാം മദ്യത്തോടൊപ്പം പുകവലിയും അനുവദിച്ചിരുന്നെങ്കിലും പിന്നീട് ഇത്തരത്തിൽ പുകവലിക്കുന്നതിനെതിരെ ആരോപണങ്ങൾ ഉയരുകയും സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി പുകവലി നിരോധിക്കുകയുമായിരുന്നു. ഒരു തീപ്പൊരി പോലും അപകടം സൃഷ്ടിക്കുമെന്നതിനാലാണോ വിമാനങ്ങളിൽ പുകവലിക്ക് കർശന നിരോധനമുള്ളത്? തീയും പുകയും അതിവേഗം പടരുകയും വിമാനം അപകടത്തിലാവുകയും ചെയ്യും. വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യണമെങ്കിൽ പോലും സമയമെടുക്കും. അതിനുള്ളിൽ തന്നെ വിഷവാതകമായ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചു യാത്രക്കാരുടെയും വിമാന ജീവനക്കാരുടെയും ജീവൻ അപകടത്തിലാകാൻ സാധ്യതയേറെയാണ്. വിമാനത്തിനുള്ളിലെ ബാത്റൂം വാതിലിലും ടോയ്ലറ്റിനുള്ളിൽ പുകവലി പാടില്ല എന്ന് ചുവപ്പ് നിറത്തിൽ എഴുതി വെച്ചിട്ടുമുണ്ട്. എങ്കിലും സുരക്ഷ കണക്കിലെടുത്തുകൊണ്ടാണ് എല്ലാ വിമാനങ്ങളിലും ആഷ്ട്രേ ഉണ്ട്. ആളുകൾ പലപ്പോഴും നിയമങ്ങൾ ലംഘിക്കാൻ ശ്രമിക്കും. കത്തിച്ച സിഗരറ്റുകൾ വിമാനത്തിന്റെ മൂലകളിൽ ഒളിപ്പിച്ച് തീപിടുത്തമുണ്ടാകുന്നതിന് പകരം സിഗരറ്റുകൾ ആഷ്ട്രേകളിൽ തന്നെ ഉപേക്ഷിക്കുന്നതാണ് നല്ലത് എന്ന് കരുതിയാണ് പുകവലി നിരോധനമാണെങ്കിലും ആഷ്ട്രേ വെക്കുന്നതിനുള്ള കാരണം. 1973 ഒരു യാത്രക്കാരൻ വിമാനത്തിൽ ഉപയോഗിച്ചിരുന്ന സിഗരറ്റ് അലക്ഷ്യമായി വലിച്ചെറിഞ്ഞതിനെ തുടർന്ന് വിമാനം തകർന്നു വീഴാൻ ഇടയായി. 1988 മുതൽ ലോകമെമ്പാടുമുള്ള എല്ലാ ഫ്ലൈറ്റുകളിലും പുകവലി നിരോധിച്ചിട്ടുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിൽ നിന്നുള്ള വിമാനങ്ങളിൽ പുകവലി 2000 മുതലാണ് നിരോധിച്ചത്. പിടിക്കപ്പെട്ടാൽ $4000 വരെ പിഴ ഈടാക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.